പ്രതാപിന്റെ ഭാര്യ അവന്റെ മുന്നിൽ വെച്ച് ഡ്രസ്സ് ഊരി കാട്ടിക്കൊടുക്കുമ്പോൾ അവളുടെ മേത്തെല്ലാം തല്ലി ചതച്ച പാടുകളായിരുന്നു. പ്രതാപിന് ഉറക്കത്തില് എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. എഴുന്നേറ്റ് നടക്ക മാത്രമല്ല, അവന്റെ അടുത്ത് ആരാണോ ഉള്ളത് അവരെ എല്ലാവരെയും അവന് ഒരുപാട് ഉപദ്രവിക്കായിരുന്നു. ആ കാരണം കൊണ്ട് ഇപ്പൊ ഭാര്യ പിണങ്ങി വീട്ടിലേക്ക് വന്നേക്കാണ്. ഇതറിഞ്ഞ പ്രതാപും ആകെ സങ്കടപ്പെട്ടു പോവാണ്. പ്രതാപിന്റെ ഭാര്യ പിണങ്ങി വന്നതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവരൊക്കെ അവൻ ഗേ ആണെന്നും ഇവൻക്ക് എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഭാര്യ പിണങ്ങി പോയതെന്നും പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട്. ഇതിൽ ദേഷ്യം വന്ന അവന്റെ അച്ഛനാന്ന് വെച്ചാൽ ഇവരെല്ലാവരെയും എടുത്തിട്ട് അടിച്ചിട്ട് ഇനി എന്റെ മോനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ കൊന്നു കളയെന്നും പറഞ്ഞാണ് വരുന്നത്. ഹീറോയിന്റെ വീട്ടില് അവൾ അമ്മയുടെ അടുത്ത് ചായ ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ അവളെ മൈൻഡ് ചെയ്യാതെ പോവാണ്. നാട്ടിലുള്ളവരെല്ലാം പ്രശ്നം എന്താണെന്ന് അറിയാതെ മോളെന്റെ വീട്ടിൽ വന്നിരിക്കുകയാണോന്ന് ഇവളുടെ അച്ഛനോടും അമ്മയോടും കളിയാക്കുന്ന പോലെ ചോദിക്കാണ്. അച്ഛനും അമ്മയ്ക്കും വലിയ അപമാനക്കേടാവുന്നുണ്ട്. ചോറ് കഴിക്കാൻ വിളിക്കാൻ പോലും ഇപ്പോ അച്ഛനും അമ്മക്കും മടിയാണ്. നിന്റെ മോളെ വിളിക്കുന്ന അവര് പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹീറോയിൻ കേൾക്കുന്നുണ്ട്. അവൾക്ക് വല്ലാത്ത സങ്കടം വരാണ്. അവൾ അവരുടെ അടുത്ത് പോയി ഇരുന്ന് വല്ലാതെ കരഞ്ഞിട്ട് ആദ്യമൊക്കെ എന്റെ മോള് എന്ന് പറഞ്ഞാണ് നിങ്ങൾ തല്ലുണ്ടാക്കാറ്. ഇപ്പൊ നിന്റെ മോളായില്ലേ, എന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇനിയിപ്പോ ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പൊക്കോളാന്നെല്ലാം പറയാണ്. ഇത് കേട്ട് വിഷമം തോന്നി ഈ അച്ഛനും അവളെ കെട്ടിപ്പിടിച്ചോണ്ട് എന്റെ മോളെ എത്രാന്ന് വെച്ചാൽ ഇവിടെ നിന്നോ, ഞങ്ങളൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല, നിനക്ക് ഇഷ്ടമുള്ളപ്പോ നീ തിരിച്ചു പോയാൽ മതി എന്ന് പറയാണ്. പ്രതാപിനിപ്പോ ഒട്ടും തന്നെ ഉറക്കി വരുന്നുണ്ടായിരുന്നില്ല. തന്റെ ഭാര്യയെ ഇത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൻക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ഒരു ക്യാമറാമാൻ സ്റ്റുഡിയോ നടത്തുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് പ്രതാപ് അവൻ ഉറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. സ്റ്റുഡിയോക്കാരൻ ഇപ്പോ ഒരുപാട് പൈസ എടുത്തു കൊടുക്കാണ്. അന്ന് ആ ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അവൻ ഉറങ്ങുന്ന സമയത്ത് അതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. തിരിച്ചു വന്ന അവൻ അത് കാണുന്ന നേരത്താണ് അവൻ എന്തെല്ലാം അക്രമങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടുന്നതെന്നുള്ളത് മനസ്സിലാവുന്നത്. കൈ കിട്ടുന്നതെല്ലാം എടുത്ത് എറിയായിരുന്നു. അത് നല്ല ശക്തിയിൽ അടിക്കൊക്കെ ആയിരുന്നു. ഇത് കണ്ട പ്രതാപ് ഒന്നുകൂടെ മൂഡ് ഔട്ട് ആവുന്നുണ്ട്. ഇപ്പോ തന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് തനിക്ക് അറിയാതെ എന്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അമ്മ പക്ഷെ ആദ്യം അത് പറയാനായിട്ട് മടിക്കാണ്. എന്നാലും തന്റെ മകൻ നിർബന്ധിച്ചുകൊണ്ട് തന്നെ അമ്മ ആ ഒരു സത്യം പറയാനായിട്ട് തുടങ്ങാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രതാപ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവൻക്ക് ഒരു അനിയത്തി കൂടി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒളിച്ചു കഴിക്കുകയാണ്. ആ സമയത്ത് പ്രതാപാണ് എണ്ണുന്നത്. അനിയത്തിയൊക്കെ ഒളിച്ചിരുന്നു. പ്രതാപ് എണ്ണി കഴിഞ്ഞതും അവിടേക്ക് ഒരുപാട് പട്ടികൾ വരുന്നുണ്ട്. ഈ പട്ടികളിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രതാപ് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ആ സമയത്ത് സാറ്റ് അടിക്കാനായിട്ട് അനിയത്തി അവിടേക്ക് വരുന്നുണ്ട്. അനിയത്തിയെ കണ്ട് ഈ പട്ടികളെല്ലാം അവൾക്ക് നേരെ ഓടാണ്. അവസാന നിമിഷം വരെ പ്രതാപ് അവളെ വന്ന് രക്ഷിക്കുകയൊന്നും ചെയ്തില്ല. ആ മരത്തിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ഈ ഒരു അനിയത്തി കുട്ടി മരിച്ചു പോവാണ്. ആ ഒരു ഷോക്കില് പ്രതാപിന് മെന്റലി വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഇപ്പോ അവൻക്ക് ഒരു അനിയത്തി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും അവൻ മറന്നിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇനി അത് അവന്റെ ഓർമ്മയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് അനിയത്തി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും അവനെ ഓർമ്മിപ്പിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അനിയത്തിയുടെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. ഇവനോട് അനിയത്തിയെ കുറിച്ച് സംസാരിക്കാതാവാണ്. പക്ഷെ അന്ന് മുതൽ രാത്രി ഇവന് പട്ടി വരുന്ന പോലെ സ്വപ്നം കാണാണ്. ആ പട്ടിയെ അടിക്കാണ് ഈ നടുത്തുള്ള ആൾക്കാരെ അടിച്ചുകൊണ്ട്. ആ ചെറുപ്പം മുതലേ അവനക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ മാറുന്നു വിചാരിച്ചിട്ടാണ് അവരവനെ വേഗം തന്നെ കല്യാണം കഴിപ്പിച്ചത്. എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു പെണ്ണിന് വരെ വലിയ പ്രശ്നമാണ് ചെയ്തത്. ചെറുപ്പത്തിലെ തന്നെ പ്രതാപിനെ വീട്ടുകാരെ മാറ്റിക്കടത്തുമായിരുന്നു. ഇവന്റെ അടി സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് സംഭവിച്ചു പ്രതാപിന്റെ ഈ ഒരു പ്രശ്നം മാറിയെന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.